ഗാഡീസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ കരുതലിനായി നന്ദി പറയുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരുന്നു. ഒത്തിരി തകർച്ചകളിൽ നിന്നും ഒത്തിരി പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ വിടുവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. കടക്കണിയിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിലും കടക്കണി മൂലം ഭാരപ്പെടുന്നെങ്കിൽ, തകർച്ച മൂലം ഭാരപ്പെടുന്നെങ്കിൽ ഭയപ്പെടേണ്ട, യേശു നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുമിച്ച് ദൈവം വിശ്വസ്തൻ എന്ന TV പ്രോഗ്രാം ശ്രദ്ധിക്കാം. നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നേ ദിവസം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രോഗസൗഖ്യം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ദൈവം വിശ്വസ്തൻ എന്ന ഈ TV പ്രോഗ്രാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കുകയാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ആ വാക്യത്തിന് വേണ്ടി ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകും. യഹോവയിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആമീൻ പറഞ്ഞേ. വേദപുസ്തകം പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. രഥങ്ങളിൽ ആശ്രയിച്ചവർ വീണുപോയി, കുതിരയിൽ ആശ്രയിച്ചവർ വീണുപോയി. യഹോവയിൽ ആശ്രയിക്കുന്നവർ വീണുപോകത്തില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ വീണുപോകത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്നവർ, യേശുവിൽ ആശ്രയിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കോ. യേശുവിൽ ആശ്രയിക്കുന്ന നീ വീണുപോകത്തില്ല. ഉലകത്തിൽ ആരൊക്കെ വീണുപോയാലും, ഉലകത്തിൽ ആരൊക്കെ തകർന്നു പോയാലും, നീ തകരുമെന്ന് ലോകത്തിന് തോന്നിയാൽ, നീ ഉടഞ്ഞു പോകുമെന്ന് സ്വകരത്തിന് തോന്നിയാൽ, ദൂത് ഞാൻ ആത്മാവെ വിളിച്ചു പറയുക, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. ചേർന്ന് കരമുയർത്തി ആമേൻ പറഞ്ഞ് പ്രിയ ദൈവമക്കളോട് ആത്മാവിൽ പ്രവചനം പറയാം. എന്നുവരെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അന്നുവരെ നീ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നുവരെ നീ ദൈവത്തെ ആശ്രയിക്കുന്നു, അന്നുവരെ നിന്റെ കുടുംബം നശിച്ചു പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഉറപ്പുള്ളവർ ആത്മാവിൽ നന്ദി പറഞ്ഞ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കുടുംബം, ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ തലമുറ കുലുങ്ങിപ്പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അധരങ്ങൾ ചലിച്ചുടങ്ങട്ട്. നാവുകൾ ഇന്ന് രാവിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. നിന്നെ കുലുക്കാൻ വരുന്ന അന്ധകാര ശക്തിക്ക് നടുവിൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങത്തില്ല. പറഞ്ഞേ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങത്തില്ല. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, ഞാൻ കുലുങ്ങി പോകത്തില്ല. എന്തുവാ കാരണം? ആശ്രയിക്കുന്ന ദൈവത്തില. ഉറപ്പുണ്ട് ആമേൻ പറഞ്ഞു. ആശ്രയിക്കുന്നത് യേശുവില. ഉറപ്പുള്ളവര് കരമുയർത്തി ആമേൻ പറഞ്ഞു. ആശ്രയിക്കുന്നത് യേശുവില. നിന്റെ വീട് ആശ്രയിച്ചത് യേശുവില. നിന്റെ കുടുംബം ആശ്രയിച്ച ദൈവത്തില. അതുകൊണ്ട് ഏത് പ്രതിബന്ധം വന്നാലും നീ കുലുങ്ങിപ്പോകാൻ, നിന്റെ കുടുംബം കുലുങ്ങിപ്പോകാൻ കാറ്റു വന്നോട്ട് കുലുക്കാൻ, പ്രതിബന്ധം വന്നോട്ട് കുലുക്കാൻ, നീ കുലുങ്ങിപ്പോകാൻ. തകർച്ച വന്ന കുലുങ്ങിപ്പോ, പ്രതിബന്ധം വന്ന കുലുങ്ങിപ്പോ. കുലുങ്ങാത്തതിനൊരു കാരണമുണ്ട്. നമ്മുടെ അടിസ്ഥാനം യേശുവിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി. നിന്നെ കുലുക്കാൻ വേണ്ടിയ വൻമഴ ചൊരിയുന്നേ, നദി പൊങ്ങുന്ന നിന്നെ കുലുക്കാൻ വേണ്ടിയാ.
ബിയർ നിന്റെ മുമ്പിൽ വരുന്ന കുലുക്കാൻ വേണ്ടിയാ, SMS നിന്റെ അടുത്ത് വന്ന് കുലുക്കാൻ വേണ്ടിയാ. പക്ഷെ അടിസ്ഥാന യേശുവിലായോണ്ട് നിന്റെ വീട് കുലുങ്ങത്തില്ല. ഉറപ്പുള്ളവര് ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. ഇന്ന് രാവിലെ നീ കുലുങ്ങി പോകത്തില്ല. ക്യാൻസർ നിന്നെ കുലുക്കത്തില്ല, ട്യൂമർ നിന്നെ കുലുക്കത്തില്ല, പ്രതിബന്ധം നിന്നെ കുലുക്കത്തില്ല. നദി പൊങ്ങുമ്പോ നാട്ടുകാർക്ക് തോന്നും കുലുങ്ങുമെന്ന്. അവര് കണ്ടത് നദി പൊങ്ങിയപ്പോ കുലുങ്ങിയതാ. പക്ഷെ നിനക്ക് തെറ്റി. നദി പൊങ്ങിയപ്പം കുലുങ്ങിയവന്റെ അടിസ്ഥാനം മണലിന്മേല. ഞങ്ങളുടെ അടിസ്ഥാനം യേശുവില, ഞങ്ങളുടെ അടിസ്ഥാനം യേശുവില. അങ്ങനെ പറയുന്നവര് മാത്രം രണ്ട് കൈകളും അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എന്റെ അടിസ്ഥാനം യേശുവില, എന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം വേദപ്രമാണക സെറ്റൽഹടാന. നീ കുലുങ്ങിപ്പോകാൻ, നീ കുലുങ്ങിപ്പോകാൻ. യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തു ഭക്തൻ കുലുങ്ങത്തില്ല. രാമൻ പറഞ്ഞു പ്രതിബന്ധം വരത്തില്ലെന്നല്ല, കുലുങ്ങത്തില്ല. ഈ കുലുങ്ങുകയും താഴെ പോകുകയും ചെയ്യുന്ന രണ്ടും രണ്ട് കാര്യ. അഭിഷേകം പ്രാപിച്ചവൻ കുലുങ്ങല്ല. ആമീൻ പറഞ്ഞോ. നീ ലോകം നിനക്കെതിരെ എന്നൊക്കെ ഉണ്ടാക്കിയാലും കുലുങ്ങിപ്പോവല്ല. വന്നോട്ടെ പ്രതിസന്ധികള്, പ്രതികൂലങ്ങൾ വന്നോട്ടെ, നദികൾ പൊങ്ങിക്കോട്ടെ, നിനക്കെതിരെ തിരമാല അടിച്ചോട്ടെ. ഇന്ന് രാവിലെ ഉറപ്പിച്ചു പറ, എന്നെ കുലുക്കാതെ കരുതുന്ന ഒരു വലിയ കരമുണ്ട്. തകരാതെ കരുതുന്ന ഒരു വലിയ കരമുണ്ട്. ശക്തനെ ഹംബരാധന. കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ വീട് കുലുങ്ങിപ്പോകാൻ. ഇന്ന് രാവിലെ നമ്മൾ കുലുങ്ങാതിരിക്കാൻ പോവാ. ഇന്ന് രാവിലെ അതിനെ ഉറപ്പിക്കാൻ പോവാ. ഞാൻ ഈ രാവിലെ ഒരു വെളിപ്പാട് കാണുന്നുണ്ട്. ഇതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വീടുകൾ ഫൗണ്ടേഷനകത്ത് ഉറക്കാൻ പോവാ. ചില കുടുംബങ്ങൾ ഇന്ന് രാവിലെ ഉറക്കാൻ പോവാ. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പ്രവാചകന്മാർ, സുവിശേഷകന്മാർ എന്ന് ഇത്യാദി തുടങ്ങിയ അഭിഷക്തന്മാരെ കൊണ്ട് ദൈവത്തിന്റെ സഭ പണിയുന്നത് കൊണ്ട് ദൈവം ഇന്ന് രാവിലെ ചില ആരംഭങ്ങൾ ഉശംബനെ വൈഡപ്രവാന സക്തനാദന രേഖന ഹടാനക സന്തനേദന ശംബനെ വൈഡപ്രവാലക സത്തുരാദന. വന്മട ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ആ വീടിന്മേൽ അലച്ചു. ആരലച്ചെന്നാ? നാട്ടുകാരെല്ലാം കൂടെ അലച്ചു. രാമൻ പറഞ്ഞേ, അവരെല്ലാം കൂടെ ഡ്രമ്മ് കൊട്ടി പാട്ടുപാടി. ഓർത്തഡോക്സിലെ അച്ഛൻ പെന്തിക്കോസിൽ പോയെന്ന് പറഞ്ഞ, കൈകൊട്ടാൻ പോയെന്ന് പറഞ്ഞ് കളിയാക്കി കൂവി. ഒരു കാര്യമുണ്ട്, വീഴത്തില്ലവൻ യേശു എന്ന അടിസ്ഥാനത്തിന്മേല, യേശു എന്ന അടിസ്ഥാനത്തിന്മേല. ഇന്ന് രാവിലെ ഉറപ്പിച്ചു പറഞ്ഞ്, യേശു എന്ന അടിസ്ഥാനത്തിന്മേലായോണ്ട് നിന്റെ വീട് കുലുങ്ങിപ്പോകാൻ എന്റെ ദൈവം സമ്മതിക്കല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങല്ലേ. നിനക്കെതിരെ പ്രതിബന്ധം വന്നോട്ട്, പ്രതിബന്ധം ഒന്നും നിന്നെ തൊടത്തില്ല. നിന്നെ നാട്ടുകാർ അപമാനിച്ചോട്ട് നിന്നെ തൊടാൻ പറ്റത്തില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. സിയോൻ പർവ്വതം പോലെയാകുന്നു. ഈ പർവ്വതത്തിൻ്റെ പ്രത്യേകത, പർവ്വതം ഏറ്റവും ഉറപ്പുള്ള സാധനമാണ്. ഈ പുസ്തകത്തിനകത്ത് തമ്പുരാൻ പലതിനെ ഉപമിച്ചിരിക്കുന്ന പർവ്വതത്തോടുകൂടെയാ. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു എന്ന് പുസ്തകം പറയുക. നീതിമാന്മാരുടെ ഉറപ്പ് പുസ്തകം പറയുന്നത് പർവ്വതത്തോട് സമാനമായിട്ടാ. ഇന്ന് രാവിലെ അഭിഷക്തന്മാരോട് ദൂത് പറയാം, ദൈവമക്കളോട് ദൂത് പറയാം, നിന്റെ വീട് കുലുങ്ങിപ്പോകാൻ ഏത് ശക്തി ആഭിചാരം ചെയ്താലും, ഏത് ശക്തി മന്ത്രവാദം ചെയ്താലും ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, എന്റെ വീട് കുലുങ്ങിപ്പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. അടുത്ത വാക്ക് കേട്ടെ. യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അടുത്ത വാക്ക്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന്
ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. ഒരു മിനിറ്റ് ആ വാക്യം കേട്ട. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. എന്തൊക്കെയാ നമ്മുടെ അവകാശം? നിങ്ങളുടെ വീട് നിങ്ങളുടെ അവകാശ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അവകാശ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അവകാശ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അവകാശ. ഈ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. കരമുയർത്തി ആമീൻ പറഞ്ഞോ. ഇന്ന് ഇതിനകത്തൊരു കാര്യം നടക്കും. ചില ദുഷ്ടന്മാരുടെ ചെങ്കോൽ ഒടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ ചെങ്കോല് തകർന്നു പോകും. നിനക്കെതിരെ ദുഷ്ടന്മാരിട്ട ചെങ്കോലുകൾ കുടുംബ സമാധാനത്തിന് വിരോധമായി നിന്റെ തലമുറ ഉയരാതിരിക്കാൻ ദുഷ്ടന്മാർ പിടിച്ചു വെച്ച ചെങ്കോലുകൾ ഈ രാവിലെ കർത്താവ് ഉടച്ചു കളയാൻ പോയ ഉറപ്പുള്ള ദൈവമക്കള് ആത്മാവിൽ നിറഞ്ഞു സ്തോത്രം പറഞ്ഞ് ചില ദുഷ്ടന്മാരുടെ ചെങ്കോലുകൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അവകാശ, നിങ്ങളുടെ ബലം നിങ്ങളുടെ അവകാശ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്ന ശക്തി നിങ്ങളുടെ അവകാശ. ഇന്ന് രാവിലെ പിശാച് പിടിച്ചു വെച്ച സകല ചെങ്കോലുകളും എന്റെ ദൈവം ഉടച്ചു കളയുക. ഈ രാവിലെ ഉടച്ചു കളയുക. ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞേ. എന്താ നിങ്ങൾ ഉയരാത്തെന്നറിയാമോ? എന്തോ ഒരു ചെങ്കോല് പിടിച്ചു വെച്ച, ആര് പിടിച്ചു വെച്ചാലും കർത്താവിന് ഉടയ്ക്കുക. നിന്റെ തലമുറ ഉയരാതിരിക്കാൻ, നിനക്ക് ആരോഗ്യം ഉണ്ടാകാതിരിക്കാൻ പിശാച് പിടിച്ചു വെച്ച ചെങ്കോല് ഉടയും. നീ പഠിത്തത്തിൽ ഉയരാതിരിക്കാൻ പിശാച് എടുത്തു വെച്ച ചെങ്കോല് ഒടിയും. ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞോ. ഇന്ന് രാവിലെ ചെങ്കോലും മുഴുവൻ പിശാച് പിടിച്ചു വെച്ചത് കർത്താവ് ഉടയ്ക്കും. അത് മാറ്റിയിട്ട് നിന്നെ ക്രിസ്തു എന്ന പാറയിൽ അവൻ ഉറപ്പിക്കാൻ പോവാ. ഞാൻ ഇന്ന് രാവിലെ കാണുന്ന ഒരു വെളിപ്പാടുണ്ട്. പഠനം മുന്നോട്ട് പോകാതിരിക്കാൻ, ആരോഗ്യം മുന്നോട്ട് പോകാതിരിക്കാൻ, നീ ഉയരാതിരിക്കാൻ എടുത്തു വെച്ച ചെങ്കോലുകൾ ഈ രാവിലെ ഉടഞ്ഞു മാറുക. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കൈയടിച്ച് അന്യഭാഷകളിൽ ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടോ, നിന്റെ അവകാശത്തിന്റെ മുകളിലുള്ള സകല ചെങ്കോലും ഇന്ന് രാവിലെ ഉടഞ്ഞു മാറാൻ പോകുക. നിങ്ങൾക്കെതിരെ ചെങ്കോൽ എടുത്തു വെക്കാം. 2, പിശാചിന് നിങ്ങൾക്കെതിരെ ചെങ്കോൽ എടുത്തു വെക്കാം. 3, നിങ്ങളെ എതിർക്കുന്നവർക്ക് അസൂയയോടുകൂടെ നിങ്ങളുടെ മേൽ ചെങ്കോൽ എടുത്തു വെക്കാം. പിശാച് ചെങ്കോൽ എടുത്തു വെച്ചാലും, നിങ്ങൾ എടുത്തു വെച്ചാലും, നാട്ടുകാരെടുത്തു വെച്ചാലും തമ്പുരാൻ പൊട്ടിക്കും. ഒരു നല്ല ആമീൻ പറഞ്ഞോ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യങ്ങളുടെ എനിക്ക് അഹങ്കാരികളോട് കാല് വഴുതിയത് ദുഷ്ടന്മാരുടെ സൗഖ്യ പ്രശ്നം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടി, അവരുടെ ദേഹം ബൂസ്റ്റ് കുടിച്ച് തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ അവർക്ക് എന്നെ പോലെ കഷ്ടമില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച ദുഷ്ടത. ഒരു മിനിറ്റ്, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അയ്യോ, എന്നാക്ക നിരൂപണമെന്നറിയോ? ആസാവിന്റെ പ്രശ്നം ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നുന്നു. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ശരീരം തടിച്ചുരുണ്ടിരിക്കുന്നു. മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. ആകയാ ടെമ്പം അവർക്ക് മലയായിരിക്കുന്നു, വസ്ത്രം ബലാത്കാരം പോലെ ചുറ്റിയിരിക്കുന്നു. വീട്ടിൽ നെഗറ്റീവ് വാക്കുകൾ പറയരുത്. അതെന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദേഷ്യത്തിന് പറയുന്നതായിരിക്കും, പക്ഷെ നടക്കും. നിങ്ങളുടെ നാവിന് അധികാരമുണ്ട്. ചില പിള്ളേരോട് പറയും മരക്കഴുത, ആ കൊച്ചു കഴുതയായി പോകും. അമ്മ മോളോട് എന്നും പറയും നീ അനുഭവിക്കൂടി, നീ അനുഭവിക്കുക. എല്ലാ ദിവസവും രാവിലെ അമ്മ മോളോട് പറയും നീ അനുഭവിക്കൂടി, കല്യാണം കഴിയട്ടടി, നീ അനുഭവിക്കും. എന്നാ പറ്റുന്നറിയോ? ഒരു സുന്ദരൻ ചെറുക്കം വന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ആ വീട്ടിൽ ചെന്നത് തൊട്ട് ഈ പെണ്ണ് കഷ്ടകാല. പ്രാർത്ഥിക്കാൻ ഒരു അഭിഷക്തനെ കൊണ്ടൊന്ന് വീട്ടിലാക്കി. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിന്റെ അമ്മയുടെ ശാപമാ.
നിന്റെ അമ്മയുടെ വാക്കുകൾ സ്വർഗത്തിൽ കിടപ്പുണ്ട്. അമ്മയും വന്നു. അമ്മ ചോദിച്ചു, എന്നാ പാസ്റ്ററെ? അന്നേരം അമ്മയോട് പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മകളോട് പറയുമായിരുന്നു, നീ അനുഭവിക്കുമടി, പറയരുത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷീന. ഞാൻ വയലുമറ്റൂർ നിന്ന് വരുന്നു. ഞാനിവിടെ വളരെയധികം തകർന്ന അവസ്ഥയിലാണ് ഇവിടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, പുള്ളി ഹിന്ദുവാണ്. ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, പള്ളികളിൽ, മണർകാട്, പരിമല, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അവസാനമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ എന്നോട് ആദ്യം പറഞ്ഞു, ഞാൻ വളരെ തകർന്ന അവസ്ഥയിലാണ്, പക്ഷേ എനിക്ക് മരിക്കണമെന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ തോന്നില്ലായിരുന്നു. കാരണം രാവിലെ മുതൽ ഞാൻ കാണുന്ന മദ്യപാനം രാത്രി 10 മണി വരെ ഉണ്ട്. ഞങ്ങൾക്ക് ആരോടും പറയാനില്ലാത്ത ഒരവസ്ഥ. പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. ഇപ്പോൾ 4 മാസമായിട്ട് എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്. അവളെ നഴ്സിംഗ് പഠന സമയത്ത് ഈ ചെറുപ്പക്കാരനെ സ്നേഹിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ധിക്കരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ജീവിതം പിന്നീട് ദുസ്സഹമായിരുന്നു. 2 കുഞ്ഞുങ്ങൾ അവർക്ക് ജനിച്ചു. മരിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ സഹോദരിക്ക്. അവൾ ആദ്യമായിട്ട് യോഗത്തിന് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവളെ തൊട്ടു. എഴുന്നേപ്പ് ചേർത്തിട്ട് പറഞ്ഞു, നീ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ, നീ മുഴുവൻ മദ്യപാനിയാ. ഞാൻ ഇങ്ങനെ തൊട്ടിട്ട് ചോദിച്ചു, ഇനി കുടിക്കുമോ എന്ന് ചോദിച്ചു. എന്നെ കണ്ണടച്ച് കാണിച്ചിട്ട് പറഞ്ഞു, നീ കുടിക്കില്ല. പിന്നെ കുടിച്ചിട്ടില്ല. ഈ മദ്യപാനികൾക്കൊരു ടെൻഡൻസിയായി ഈ മദ്യം കാണുമ്പോൾ ഇന്ന് രാവിലെ അങ്ങനെയുള്ള ചെല്ല് വിടുവിക്കപ്പെടും. ഒന്ന് കൈ ഉയർത്തി സ്വോത്രം പറഞ്ഞേ. സിസ്റ്ററെ, ഇപ്പൊ സമാധാനം. പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു അത്ഭുത സാക്ഷ്യം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരമായി ചെയ്യാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ, ദൈവത്തിന്റെ രാജ്യത്തെ ഉയർത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ നിമിഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അത്ഭുതങ്ങളുടെ കാഴ്ചകളാണ് കണ്ടത്. യേശു കർത്താവ് ജീവിതത്തിൽ ചെയ്യുന്ന വിജയകരമായ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ നേർക്കാഴ്ചകൾ കാണാൻ, രോഗികളെ സൗഖ്യമാക്കുന്നത് കാണാൻ, കടത്തിന്റെ കെണിയിൽ നിന്ന് ദൈവമക്കളെ വിടുവിക്കുന്നത് കാണാൻ, വിശ്വസിക്കുന്ന നിരവധി കുടുംബങ്ങളെ വിടുവിക്കുന്നത് കാണാൻ കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇടയാക്കി തീർത്തു. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. നിങ്ങൾ ഏത് സ്ഥാനത്താണെങ്കിലും ഈ നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. വാത്സല്യ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ പ്രതീക്ഷയോടുകൂടെ ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവിനോട് പറയുന്നത്, പരാജയ ഭീതി മൂലം മനസ്സിനകത്ത് സങ്കടപ്പെടുന്ന നിരവധി വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കുറ്റബോധം നിമിത്തം എന്ത് ചെയ്യണമെന്നറിയില്ല, മാരക രോഗം ശരീരത്തിലുണ്ടോ, സൗഖ്യമാകില്ലയോ, ഇനിയും ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന നിരവധി വ്യക്തികളുടെ മേൽ ഈ നിമിഷം ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ക്യാൻസർ രോഗികൾ കൂട്ടമായി സൗഖ്യമാകട്ടെ. കർത്താവെ, ഭയപ്പെടുന്ന ആളുകൾ യേശുവിന്റെ നാമത്തിൽ അവിടെ ഭയം മാറിപ്പോകട്ടെ. കടക്കണിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കടം മാറിപ്പോകട്ടെ. വിവാഹ സംബന്ധമായി ഭാരപ്പെടുന്ന കൂടാരങ്ങൾക്കകത്തു ദൈവത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഈ നിമിഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഓരോ വ്യക്തികളുടെ മേലും അത്ഭുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടാകാൻ കർത്താവ് ഇടയാക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം ആവശ്യമുള്ള വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ മേൽ നിമിഷം സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവപ്രവർത്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കരുതലങ്ങ് കാക്കും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഇതേ ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.
ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0422220207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9446115091.